കാലം. കഥ എഴുതിയത് നാണൂട്ടി. ശബ്ദം ജയശ്രീ രാജേഷ്. അന്നത്തെ ജോലി കഴിഞ്ഞ് ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രേവതി ഓർമ്മിക്കുകയായിരുന്നു. അടുത്ത നിമിഷം എന്താണെന്ന് ആർക്കും അറിയാത്ത സുഖവും ദുഃഖവും ടെൻഷനും നിറഞ്ഞ ജീവിതം. എന്നിട്ടും ഈ നഗരത്തിൽ 3 പതിറ്റാണ്ടായി ജീവിക്കുന്നു. അവൾക്ക് നാട്ടിലൊരു വീടും ഇവിടെ ഫ്ലാറ്റും ഉണ്ടെന്ന് ആൾക്കാർ കുശുകുശുക്കുന്നത് കേട്ടിട്ടുണ്ട്. സ്വന്തമായൊരു ഫ്ലാറ്റ് വാങ്ങി നല്ല സൗകര്യമായി കിട്ടിയ തോടിൻ്റെ കരയിൽ തന്നെ വസ്തു വാങ്ങി വീട് വെച്ചു. മുറ്റം വരെ റോഡും പണിതു. അതിനപ്പുറം അച്ഛനമ്മമാർ ഭാരമാകുന്ന ഈ കാലത്ത് പ്രായമായ അമ്മയെയും നോക്കുന്നു. ഇതിൽ കൂടുതൽ എന്തു വേണം? താൻ ഒരിക്കൽ ജീവിച്ച പൊട്ടിപ്പൊളിയാറായ പഴയ തറവാട് പുതുക്കിപ്പണിതു. ഇന്നത് അനാഥമായി കിടക്കുന്നു. ഇത്രയൊക്കെ എങ്ങനെ സാധിച്ചു എന്നാരും അന്വേഷിച്ചില്ല. വരവിൻ്റെ നല്ലൊരു ഭാഗം ഓരോ മാസവും ബാങ്കുകാർ കൊണ്ടുപോകുന്നു. ബാക്കിയാകുന്നത് കാലിയായ അക്കൗണ്ടും. എന്നിട്ടും ഇതിനിടയിലും മക്കളെല്ലാം പഠിച്ചു വളർന്നു. എന്തിന്? ഭർത്താവിന് പോലും അറിയില്ല ഇതെങ്ങനെ സാധിച്ചെന്ന്. എങ്ങനെയെന്ന് ചോദിച്ചിട്ടുമില്ല. താൻ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം ചെയ്യുന്നു, അത്ര തന്നെ. ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതോ ലോട്ടറി അടിച്ചതോ അല്ല. ചൂടെന്നോ തണുപ്പെന്നോ ഇല്ലാതെ ഇവിടത്തെ മലിനവായു ശ്വസിച്ചും സഹിച്ചും പണിയെടുത്തുണ്ടാക്കിയതാണ്. 1 കിലോ അരി വാങ്ങാൻ വേണ്ടി മാത്രം ആരാന്റെ പറമ്പിൽ കയറി പുല്ലു ചെത്തിയത് കാമക്കണ്ണുകളെ വെട്ടിച്ചിട്ടാണ്. അതും അന്നത്തെ 5 രൂപയ്ക്ക് വേണ്ടി. എന്നിട്ടും ഒരു ദിവസം പിടിക്കപ്പെട്ടു. ചീത്ത പറഞ്ഞു വന്നവനോട് നേരെ നിന്ന് ചോദിച്ചു, 1 കെട്ട് പുല്ലല്ലേ ചെത്തിയുള്ളൂ, ഇനി ചെത്തില്ല. പിന്നീട് അവന്റെ വഷളൻ ചിരിയെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ചതാ. അവനെ കൊണ്ട് പുല്ലുകെട്ട് പിടിപ്പിക്കുമ്പോഴും അരിവാളിന്റെ പിടി താൻ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ടായിരിക്കണം വേറെ ഒന്നിനും അവൻ തുനിഞ്ഞില്ല. എവിടെയോ കേട്ടൊരു ചൊല്ലുണ്ട്, പാമ്പിന് വിഷമില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം വിഷമുണ്ടെന്ന് നടിക്കുകയെങ്കിലും വേണം. അതാണ് മനുഷ്യരുടെ ലോകം. ഒന്നിനെയും ഭയന്നിട്ടില്ല. നഷ്ടപ്പെടാൻ തനിക്ക് താൻ മാത്രമല്ലേ ഉള്ളൂ. ആത്മാഭിമാനം പണയപ്പെടുത്താതെ തന്നെയാണ് ജീവിതം ഇതുവരെ ജീവിച്ചത്. അതിൽ കൂടുതൽ എന്തു വേണം? കുഞ്ഞുനാളിൽ ഒരു ദിവസം വല്ലാതെ വിശന്നപ്പോൾ ചെന്ന് കയറിയത് അമ്മയുടെ തറവാട്ടിൽ. ഒരുപക്ഷെ ആർക്കും ധൈര്യമായി കയറി ചെല്ലാവുന്ന അവസാന അത്താണ്. ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും വയറ് നിറച്ചു കിട്ടി. ആട്ടിയിറക്കിയിരുന്നുവെങ്കിലും ദുഃഖമില്ലായിരുന്നു. എന്നാൽ അതിലും മോശമായി നാട്ടിലമ്മ തൻ്റെ പപ്പയുടെ രോഗത്തെ ചൊല്ലി പരിഹസിക്കുകയാണ് ചെയ്തത്. അപ്പോഴും അമ്മ കേട്ടു നിന്നതേ ഉള്ളൂ. പക്ഷേ തനിക്ക് അങ്ങനെ കേട്ടു നിൽക്കുന്ന സ്വഭാവമായിരുന്നില്ല. സുഖമില്ലാത്ത ആളെ കൊണ്ട് എൻ്റെ അമ്മയെ കെട്ടിച്ചതും പോരാഞ്ഞിട്ട് കളിയാക്കുന്നു എന്ന് ചോദിച്ചത് അരിശം സഹിക്ക വയ്യാതെയാണ്. അതിലപ്പുറവും പറയുമായിരുന്നു. എന്തോ അവിടം കൊണ്ട് നിർത്തി. എൻ്റെ 10 മക്കളിൽ ആണായാലും പെണ്ണായാലും ഒരെണ്ണം പോലും ഇന്നേ വരെ എൻ്റെ നേരെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ പോലും. ചോദിച്ചു നോക്ക്. എന്നിട്ടാണ് നരുന്ത് പോലത്തെ നീ. ആ അമ്മയല്ല ഞാൻ, വീറോടെ പറഞ്ഞു. ഇതിന് കഴുത്തിന് ചുറ്റും നാക്കാണ്. ഒടുവിൽ നാട്ടിലമ്മ വിധി എഴുതി. ആ തറവാട്ടിൽ നിന്ന് അന്നിറങ്ങിയതാണ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട്. അന്നോടെ നാട്ടിലമ്മയ്ക്ക് തന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിലും ചങ്കൂറ്റത്തിന് അന്നും കുറവില്ലായിരുന്നു. എന്തു ചെയ്യുമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ അറിയാതെ തിരിച്ചുപോയത് അകമെന്നോ പുറമെന്നോ വ്യത്യാസമില്ലാതെ സൂര്യഭഗവാൻ വട്ടം വരയ്ക്കുന്ന വീട്ടിലേക്കാണ്. പിന്നെ ചെയ്തത് അമ്മയുടെ കയ്യിലെ ചില്ലറകൾ തപ്പിപ്പെറുക്കി കുറച്ച് മെടഞ്ഞ ഓല വാങ്ങി അമ്മയെയും കൂട്ടി ചുമന്ന് മലമുകളിലെ വീട്ടിലെത്തിച്ചു. ഇതെങ്ങനെ മേയും? ആണുങ്ങളാണ് പുരയുടെ മുകളിൽ കയറി മേയുന്നത്. ആരെ വിളിക്കും? വിളിച്ചാൽ പോരല്ലോ, കൂലി കൊടുക്കണ്ടേ? അതിന് പൈസ എവിടെ? കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. അടുത്ത വീട്ടിൽ പോയി ഏണി വാങ്ങിക്കൊണ്ടു വന്നിട്ട് പുരയിൽ ചാരി വെച്ചിട്ട് അമ്മയോട് ഏണി പിടിക്കാൻ പറഞ്ഞുകൊണ്ട് കാല് തെറ്റാതെ മെല്ലെ മെല്ലെ കയറി മുകളിലെത്തി. പഴകി ദ്രവിച്ച ഓലകൾ മാറ്റി കയ്യിൽ കരുതിയ വാട്ടിയ തെങ്ങോലകൾ മെടഞ്ഞ ഓലയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റി ചുരുട്ടി കെട്ടിവെച്ചു.
അപ്പോഴാണ് മറ്റൊന്നുകൂടി കണ്ടത്. വഴിയെ പോകുന്ന കണ്ണുകളൊക്കെ തന്നിലാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും അവർ ഒരു പെണ്ണ് പുരയുടെ മുകളിൽ കയറി ഓല മേയുന്നത് കാണുന്നത്. ഇനി നാട്ടിലെ നിറം പിടിപ്പിച്ച വാർത്ത അതായിരിക്കും: രേവതി പുരയ്ക്ക് മുകളിൽ കയറി പുരമേയുന്നു. അവൾ അതല്ല, അതിലപ്പുറവും കയറും എന്നായിരിക്കും നാട്ടു സംസാരം. ശകുനിമാർക്ക് നാട്ടിൽ പഞ്ഞമില്ലല്ലോ. എന്നും പ്രായത്തിനപ്പുറമായിരുന്നു തൻ്റെ വാക്കുകളും പ്രവൃത്തികളും. വീട്ടുവാതിൽക്കൽ കൂടി തന്നെയായിരുന്നു നാട്ടുകാർക്ക് പോകാനുള്ള വഴിയും. എന്നാൽ വഴിയെ പോകുന്നവരുടെ കണ്ണുകൾ ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളിലേക്ക് തുളഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ വഴി അതിരിലൂടെയാക്കി മാറ്റി. അതോടെ കണ്ണിനിമ്പം നഷ്ടപ്പെട്ട നാട്ടുകാർക്ക് തന്നോട് നീരസമായി. എന്നുവെച്ച് എല്ലാ അയൽക്കാരും അങ്ങനെ ആയിരുന്നില്ല. വഴിയിൽ കണ്ടാൽ പോലും മിണ്ടാത്ത അധ്യാപകനായ അയൽവാസി അത്ഭുതത്തോടെ ചോദിച്ചു, "നീയാണോ വഴി മാറ്റിയത്?" അതെ. തന്നെയും താൻ പിടിപ്പിച്ച ചെടികളെയും ബഹുമാനിക്കുന്നവരും അയൽവാസികളിൽ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ജോലി തേടി ആദ്യമായി ഡൽഹിയിൽ വരുമ്പോൾ സുരക്ഷിതമായി എത്തിച്ചതും. അങ്ങനെയും ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു, ചേച്ചിയൊക്കെ ചോക്ലേറ്റ് അല്ലാതെ മറ്റൊന്നും തിന്നിട്ടില്ല. നല്ല ജോലി, നല്ല ശമ്പളം, എന്നിട്ടും പപ്പ എന്തേ ഇങ്ങനെയായത്? തലച്ചോറിലെ ചെറിയ മാറ്റം മതി നമ്മൾ മറ്റൊരാളാകാൻ. അതാണ് ജീവിതം. പറയുന്നതിനും ചെയ്യുന്നതിനും പപ്പയിൽ പൊരുത്തക്കേടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ പപ്പയുടെ ജോലി പോയി. മറ്റു വഴികളില്ലാതെ 3 മക്കളുമായി അമ്മയും പപ്പയും തിരിച്ചു നാട്ടിലെത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷണിക്കാതെ തന്നെ പട്ടിണി വീട്ടിലെ വിരുന്നുകാരിയായി. അതോടെ അതുവരെ വീട്ടിന് പുറത്തിറങ്ങാത്ത അമ്മയും പപ്പയും കൂലിപ്പണിക്ക് ഇറങ്ങി. പപ്പയുടെ ആ ഒരു അവസ്ഥയിൽ പപ്പയുടെ വീട്ടുകാർ കൊടുത്ത പൈസ വാങ്ങി അതിൽ നിന്നും വെട്ടി വിഴുങ്ങി ബാക്കി കൊണ്ട് സ്വന്തം മകൾക്ക് വീതം പോലും കൊടുക്കാതെ ആർക്കും വേണ്ടാത്ത സ്ഥലം വാങ്ങിക്കൊടുത്ത മുത്തശ്ശൻ അവകാശപ്പെടുന്നതോ തങ്ങൾ വാങ്ങിച്ചു കൊടുത്തെന്നും. സ്വന്തം മോൾക്കും കുടുംബത്തിനും എന്തേ ഇത്ര ദൂരെ വാങ്ങിക്കൊടുത്തത്? തങ്ങളുടെ മക്കൾ അടുത്തുണ്ടാകണമെന്നല്ലേ അച്ഛനമ്മമാർ വിചാരിക്കേണ്ടത്? ജോലി കളഞ്ഞു വന്നതാണ്, മോളായാൽ കൂടി തങ്ങൾക്ക് ഉപദ്രവമുണ്ടാകരുത് എന്ന് വിചാരിച്ചു തന്നെ, അല്ലാതെ വേറെ കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കലോത്സവങ്ങളിൽ നക്ഷത്ര ശോഭയോടെ തിളങ്ങിക്കൊണ്ടാണ് കലാരംഗത്ത് തൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. തുടർന്ന് നാടകരംഗത്തു നിന്നും തന്നെ തേടി അവാർഡുകൾ എത്തി. എന്നാൽ സിനിമാഭിനയത്തെ പറ്റിയുള്ള പപ്പയുടെ മോശം അഭിപ്രായം കലാജീവിതം അവസാനിപ്പിക്കുന്നതിൽ കലാശിച്ചു. കുറച്ചുകൂടി നല്ലൊരു സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. ഡൽഹിയിൽ ജോലി ചെയ്യാനും ആള് വേണമല്ലോ. അവസരങ്ങൾ എന്നും കിട്ടില്ല, ചിലത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം. അത് ഉപയോഗിച്ചവർ ഭാഗ്യവാന്മാർ, അവരാണ് നേടുന്നത്. അല്ലാത്തവരും ജീവിക്കുന്നു, പട്ടിണിയിലും പരിവട്ടമായിട്ടും. എങ്ങനെയൊക്കെയോ 12 കഴിഞ്ഞു. അപ്പോഴേക്കും പപ്പയുടെ ബന്ധുക്കൾ സഹായിച്ചതുകൊണ്ട് ചേച്ചിക്ക് മറുനാട്ടിൽ ജോലിയായി. പിന്നാലെ തനിക്കും. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നഗരത്തിലെ ജീവിതം എവിടെ നിന്നാണ് തുടങ്ങിയത്? ആരെന്തു ചോദിച്ചാലും പറഞ്ഞാലും TK എന്ന് പറഞ്ഞിടത്തു നിന്നോ, അതോ ഭാഷ അറിയാത്തതിനാൽ ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടിടത്തു നിന്നോ? ഇനി അതുമല്ലാതെ സാധനം വാങ്ങാൻ കടയിൽ പോയിട്ട് പേരറിയാതെ തൊട്ടു കാണിച്ചെടുത്തു നിന്നോ? താൻ ആകെ മാറിപ്പോയി. അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരുന്ന ആ ദിവസം പശുത്തൊഴുത്ത് വൃത്തിയാക്കുമ്പോൾ ഒരു നിഴൽ മുറ്റത്തുകൂടി നീങ്ങുന്നത് ഓട്ടക്കണ്ണിലൂടെ കണ്ടപ്പോൾ അതോ ഒരു സംശയം തോന്നലോ അതോ യാഥാർത്ഥ്യമോ? ഉള്ളിൽ ഭീതി തോന്നിയെങ്കിലും കയ്യിൽ പുല്ലരിയുന്ന കൊടുവാളുമായി 50 അടി ദൂരമുള്ള വീട്ടിലേക്ക് കുതിച്ചു. തോന്നലായിരുന്നില്ല, മുറ്റത്ത് കാൽപ്പാടുകൾ. അത് അമ്മയോ അച്ഛനോ ആയിരിക്കില്ല, കാരണം അവർ പണിക്ക് പോയതാണല്ലോ. അനിയത്തി സ്കൂളിലും. ആരെടാ? ഉള്ളിൽ നിന്ന് വന്നത് തൻ്റെ തന്നെ ശബ്ദം ആയിരുന്നോ എന്ന് ഇന്നും അറിയില്ല. തിണ്ണയിൽ നിന്ന് അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്ന അയൽവാസി ഒരു നിമിഷം തന്നെയും ഉയർത്തിപ്പിടിച്ച കൊടുവാളിനെയും നോക്കി. ഭയത്തിന്റെ നിഴൽ അവന്റെ കണ്ണിൽ തെളിയുന്നത് ഒരു നിമിഷം കണ്ടു. തനിക്കാകട്ടെ പാദം മുതൽ തല വരെ ഒരു വിറയൽ പോലെ തോന്നി. അടുത്ത നിമിഷം ഏതോ ഒരു ശക്തി തന്നെ മുന്നോട്ട് നയിച്ചു. തിണ്ണയിലേക്ക് കാലെടുത്തു വെച്ചതും അവൻ ഇറങ്ങി ഓടി. ഓങ്ങിയ കൊടുവാളുമായി താൻ പിറകെയും.
അപ്പോൾ എന്താണ് താൻ വിളിച്ചു പറഞ്ഞതെന്ന് ഇന്നും ഓർമ്മയില്ല. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തെറിഞ്ഞു. തിരിഞ്ഞുപോലും നോക്കാതെ തടിമാടനായ അവൻ വിര പോലത്തെ തന്നെ പേടിച്ചോടി. ഓർക്കുമ്പോൾ തന്നെ തമാശ പോലെ തോന്നുന്നു. പേടിപ്പിക്കുമ്പോൾ മനുഷ്യനെ ആയാലും മൃഗത്തെ ആയാലും നന്നായി പേടിപ്പിക്കണം. അവർ ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ മനുഷ്യൻ പകവീട്ടാനായി കാത്തിരിക്കും. നമ്മുടെ ദൗർബല്യം ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ ശത്രുക്കൾക്കായിരിക്കും. പപ്പയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. മനസ്സ് ശാന്തമായപ്പോൾ അകത്തോട്ട് കയറി. ചേച്ചി ശാന്തമായി ഇപ്പോഴും അതൊന്നും അറിയാതെ ഉറങ്ങുകയാണ്. ഒരു നിമിഷം താൻ വൈകിയിരുന്നെങ്കിൽ കഥ മറ്റൊന്നായനെ. അവളെ വിളിക്കുകയോ പറയുകയോ ചെയ്തില്ല. പറഞ്ഞാൽ താനായിരിക്കും കുറ്റക്കാരി. നാട്ടുകാരുടെ മുന്നിൽ അവൾ പാവമാണ്, വീട്ടിലാണെങ്കിൽ സിംഹിയും. ഒരിക്കൽ പ്രസവിക്കാൻ പോയ ഭാര്യ തിരികെ വന്നെന്ന് പറഞ്ഞ് ജോയി അവളെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിയവളാണ്. അന്നൊരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നായേനെ. തൻ്റെ മുന്നിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിയ ജോയിയെ പിന്നെ കാണുന്നത് ഉച്ചിയിൽ തുന്നിക്കെട്ടുമായാണ്. പിന്നെ ഒരിക്കലും അവൻ തൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള തന്നെ ചേട്ടൻ അടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്ന ആരും വിശ്വസിക്കില്ല. തനിക്ക് തന്നെ തോന്നുന്നു താൻ ആകെ മാറിപ്പോയെന്ന്. താൻ മാത്രമല്ല, ഈ ലോകം തന്നെ മാറി. ഒരിക്കൽ തന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ പുല്ലും കാടും നിറഞ്ഞ പറമ്പിൽ പതുങ്ങിയിരുന്ന മാത്യു ഇപ്പോൾ വടി കുത്തി നടക്കുന്നു. തന്നെ പേടിച്ചോടിയ വഷളൻ ജോയ് ഇന്ന് നേരെ നിൽക്കാൻ പാങ്ങില്ലാതെ ഷുഗറും പ്രഷറുമായി കാലം കഴിക്കുന്നു. അയൽവാസികളുടെ അതിരു തോണ്ടലിൽ ആത്മസംതൃപ്തി കണ്ടെത്തിയ ഔസേപ്പ് മാഷ് തോണ്ടി സമ്പാദിച്ച ഭൂമിയൊക്കെ ഇവിടം തന്നെ വിട്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ബാക്കിയായത് അയൽവാസികളുടെ ശാപം മാത്രം. മാഷ് കൂടെ കൊണ്ടുപോയതാകട്ടെ താൻ ധരിച്ച നല്ല വസ്ത്രങ്ങളും അതിനു മുകളിൽ അലങ്കരിച്ച പുഷ്പങ്ങളും പിന്നെ ശവപ്പെട്ടിയും മാത്രം. പണവും പ്രതാപവും ആരെയും മാന്യനാക്കുന്നില്ല. അതൊന്നും എന്നും നിലനിൽക്കണമെന്നുമില്ല. കാലം എല്ലാറ്റിനെയും മാറ്റുന്നു. ഒരു കാലത്ത് വളരെ വിലപിടിച്ചത് എന്ന് തോന്നിയതൊക്കെ ഒന്നുമല്ലായിരുന്നു എന്ന് കാലം തെളിയിക്കുന്നു.